എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസമൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ വെക്കുന്ന ഏത് കറിയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കേട്ടോ. വറക്കാത്ത റവ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഇപ്പം ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നോക്കി ഇതേപോലെ ഇങ്ങനെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തുള്ള മാവില്ലേ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ പലഹാരത്തിന് ചെറുതായിട്ടൊരു സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടോ ഇത് ക്ലീനാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്കിതെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വിട്ട് കിട്ടും. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏത് ഷേപ്പിലൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കറികളുടെ കൂടെയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അതല്ല, ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റും അതുപോലെ പുറമേ കുറച്ച് ക്രിസ്പിയും കൂടി ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇതേപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്കില്ലേ, ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു സൈഡ് ചൂടായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കിത് ഏത് കറികളുടെ കൂടെ കഴിക്കാം. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒരു സൈഡ് ചൂടായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡും ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഒരുപാട് സമയമൊന്നും നമ്മളങ്ങനെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം മാത്രം ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയും നമുക്ക് എടുത്തിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരമാണ്. നമുക്കിത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ചട്നിയുടെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിക്കൻ കറിയോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് കമൻസൊക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.